ഹലോ മക്കളെ, ഇന്ന് ഞാനിതാ കപ്പയും കൊണ്ട് വന്നിട്ടാ. കപ്പ ഇതുപോലെ മുറിച്ചെടുക്കുക. പുയ്ക്കുണ്ടാക്കാനാന്നേ നിങ്ങൾ വിചാരിക്കും അപ്പാട് പുയ്ങ്ങുന്നതാന്ന്. അപ്പാട് പുയ്ങ്ങുന്നൊന്നുമല്ല, നല്ല കിടിലം പുയ്ക്ക്, ഇറച്ചി പുയ്ക്ക്, ബീഫ് ഇട്ടിട്ടുള്ള ഇറച്ചി പുയ്ക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുപോലെ കപ്പ മുറിച്ചിടുക. ഇതുപോലെ അല്ലെങ്കിൽ കൊത്തി കൊത്തി ഉണ്ട് ഒരു മുറിക്കൽ, അങ്ങനെ മുറിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ പുയ്ക്ക് ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളെങ്ങനെയാണ് പുയ്ങ്ങാന്നുള്ള അതും പറഞ്ഞായിരുന്നു. അപ്പോൾ കപ്പ കഴുകി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വെള്ളമുണ്ട് തിളക്കാൻ വെച്ചിക്ക്. വെള്ളം തിളക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കപ്പ അതിൽ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ കൈയൊന്നും പൊള്ളിക്കരുത്. കൈ പൊള്ളുന്നത് ശ്രദ്ധിക്കണം. പിന്നെ എന്നെ പറയരുത്. ഇതാണ്ട വെള്ളം ഇതാ തിളക്കുന്നത്. ചിലവരുണ്ടല്ലോ വെള്ളം തിളക്കാണ്ട് ഇതുപോലെ അല്ലാണ്ട് അപ്പാടങ്ങ് വെച്ച് കൊടുക്കും വെള്ളത്തോടെ. അന്നേരം ഒരു കളുകിളുകിളുകിള് എന്ന് പറയും കപ്പ. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ഇട്ട് വെക്കട്ടോ. അപ്പോൾ ഇതാ കപ്പ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണോ, ഇത് കപ്പ വേകുമ്പോഴത്തേക്ക് ഇറച്ചി, ഞാൻ 2 കിലോ കപ്പയാണ് എടുത്തത്. 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ്. അപ്പോൾ എനിക്ക് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് കിട്ടിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലോട് കൂടിയിട്ടുള്ളത് വാങ്ങിക്കാം. കിട്ടിക്കില്ല ഇതുപോലെ തന്നെ എടുത്തോ. 1 കിലോ ബീഫാണ് എടുത്തത്. അപ്പോൾ ഒരു കുക്കറിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, 1-1.25 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1-1.25 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ, 1-1.25 ടീസ്പൂണ്. പിന്നെ ഞാൻ വെള്ളൊഴിച്ചിട്ട് എനിക്ക് ഓർമ്മ വന്നത്, അപ്പോൾ അന്ന് ഞാനിട്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ഒത്തതിട്ടാൽ മതി, കാരണം കപ്പയിൽ നമ്മൾ ഉപ്പിടും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ എന്നിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് വെള്ളം പോരാ, സാധാരണ ബീഫ് വെക്കും പോലെ പോരാ. കാരണം നമ്മൾ ഈൻ്റെ വെള്ളത്തിലാണ് കപ്പ ഒന്നും കൂടി ഒന്ന് വേവിപ്പിക്കും. അപ്പോൾ ഇതാ കുരുമുളക് ഇട്ട് കൊടുക്കുക, 1.25 ടീസ്പൂൺ. 3 ഒരേ അളവിട്ടോ, മഞ്ഞൾ മുളക് ഇതെല്ലാം. അപ്പോഴത്തേക്ക് നമ്മൾ ഒരു മുറി തേങ്ങ, വലിയ മുറിയല്ല, ഒരൊത്ത വലിപ്പമുള്ള ചെറിയുള്ളിയും കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കുക. അധികം അരണ്ട കേട്ടോ, ഒരൊത്ത അരവ്. അപ്പോഴത്തേക്ക് ഇതാ കപ്പ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കപ്പ അപ്പാട് വെന്തും പോരുത്, എന്നാലോ വേവുകയും വേണം. എന്നാലോ ഒന്നൊരു പശ പോലെ വരുള്ളൂ. അധികം വെന്താൽ പുയ്ക്കിന് കുണം ഉണ്ടാവില്ല. ഇതാ എന്നിട്ട് ഒരരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതാ പിന്നെ കുക്കറിൽ 6 വിസിലടുപ്പിച്ചിട്ടുണ്ട്. ഇത് തുറന്നിട്ടുണ്ട്. ഇതാ ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച കപ്പ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലൊരു 4 പച്ചമുളക് ചതച്ചതും 6 വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് മൂടിക്കൊടുക്കുക. ആദ്യം പിന്നെ ഹൈ ഫ്ലെയിമിലിടുക. എന്നിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തീയൊന്ന് ചെറുതാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് മൂടിക്കൊടുക്കുക. ഉപ്പ് വേണോ നോക്കിയിട്ട് കുറച്ചൊന്നും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കുക. മന്തില്ലാത്തതുകൊണ്ട് കേട്ടോ ഇതിനെ കൊണ്ട് ഇളക്കുന്നത്, നിങ്ങൾ മന്തുകൊണ്ട് ഇളക്കിക്കുക. എന്നിട്ട് പെരുംജീരകം ഇട്ട് കൊടുക്കണേ തേങ്ങയിൽ, അത് പറയാൻ മറന്നു പോയതാ. വലിയ ജീരകം ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം. എന്നിട്ടിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് നോക്കുക, വെള്ളം വേണമെന്ന്. അധികം മുറുകി പോരുത് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് മിക്സി ഒന്ന് കഴുകി ഒന്നും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പം ഒരൊത്ത കട്ടിക്കായിരിക്കണം, ഇല്ലെങ്കിൽ തണിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ആക്കുക. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ കപ്പപ്പുയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പുയ്ക്ക.
അപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരും. അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ.